ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു വിട്ടോപ്പിയ. സൂ ഫ്രം സൂ കന്നഡ സിനിമയാണ്. ഗംഭീര സിനിമ. ഒരു കന്നഡ സിനിമയെ പറ്റിയിട്ട് അധികമൊന്നും നമ്മൾ സംസാരിക്കാറില്ല. കാരണം അത്രത്തോളം ഇംപ്രസ് ചെയ്യുന്ന ഒരു സിനിമയൊക്കെ വന്നാലേ നമ്മൾ അങ്ങനെ ഒരു കന്നഡ സിനിമയൊക്കെ കാണാൻ തിയേറ്ററിൽ പോയി കാണാൻ ചൂസ് ചെയ്യാറുള്ളൂ. ഈ സിനിമ ഈ അടുത്ത കാലത്തൊന്നും ഒരു കോമഡി സിനിമ കണ്ടിട്ട് ഇത്രത്തോളം ചിരിച്ച, ഇത്രത്തോളം ഗംഭീരമായ ഒരു എന്റർടൈൻമെന്റ് നൽകിയ ഒരു സിനിമ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. ഫ്രം ദ സ്റ്റാർട്ട് ടു എൻഡ് ഭയങ്കര എന്റർടൈനിങ് ആണ്. ഭയങ്കര ഇതിലെ കോമഡി, ഇതിന്റെ ഒരു സബ്ജക്റ്റിനകത്ത് വരുന്ന ഓരോ കഥാപാത്രങ്ങളും കുറേ സാധുക്കളായിട്ടുള്ള മനുഷ്യന്മാർ, വളരെ ശുദ്ധന്മാരായിട്ടുള്ള കുറെ മനുഷ്യന്മാർ, അവർക്ക് കുറെ വിശ്വാസങ്ങളും അതിലേറെ അന്ധവിശ്വാസങ്ങളും ഉള്ള മനുഷ്യന്മാർ. അതിന് ഇടയിൽ ഒരാളിൽ ഒരു ബാധ കയറുന്നു, അല്ലെങ്കിൽ ഒരു പ്രേതം കൂടുന്നു എന്നൊക്കെ പറയുന്ന ഒരു ചെറിയൊരു കൺസെപ്റ്റ്. പക്ഷെ അതിന് ഇത്രയും ഹ്യൂമറസ് ആയിട്ട്, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട്, ഈ ഡീറ്റെയിൽഡ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഈ സിനിമയുടെ എഴുത്താണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും ഏറ്റവും വലിയ സ്ട്രെങ്ത്തും. ഇത് എഴുതിയിരിക്കുന്നത്, ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്, ഇതിലെ ഒരു മെയിൻ ക്യാരക്ടർ കൂടി ചെയ്തിരിക്കുന്നത് ഇതിന്റെ സംവിധായകനാണ് JP തുമ്ന. ഒരു തവണയോ രണ്ട് തവണയോ വർക്ക് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് അല്ല, ഒരു പല ആവർത്തി എഴുതി, പല ആവർത്തി അതിന്റെ മുകളിൽ വീണ്ടും ഡീറ്റെയിലിംഗ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഒരു സാധാരണ ഒരു ദിലീഷ് പോത്തൻ ഒരു കൈൻഡ് ഓഫ് ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ള ഒരു ഫീല് തരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് എവിടെയൊക്കെയോ ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ നമ്മുടെ ഒരു മലയാളം സിനിമ കണ്ട് തുടങ്ങിയ ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള മൊമെന്റ്സ്, കോമഡി ആണെങ്കിലും അതിനൊരു ഒരു ഒരു മീറ്റർ എന്ന് പറയുന്നത് നമുക്കൊരു എക്സാജറേഷൻ ആണെന്ന് തോന്നാത്ത രീതിയിൽ എൻജോയബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മീറ്റർ പിടിച്ചിട്ടാണ് ഈ സിനിമ ത്രൂ ഔട്ട് പോകുന്നത്. എസ്പെഷ്യലി ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെന്ന്, അല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ ചെന്ന് ഇറങ്ങി അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങുന്ന ഒരു ഫീൽ ഈ സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്. പലയിടത്തും അതായത് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അത് ഗംഭീരമായ ഒരു ഔട്ട്പുട്ടാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ചെറിയ നമ്മൾ ഇപ്പോൾ ഒരിടത്ത് നമ്മൾ പോകുമ്പോൾ ഒരു ഫോൺ സൈലന്റ് ആക്കുകയാണെങ്കിൽ നമ്മൾ പലരും അത് പിന്നീട് മറന്നു, ഈ ഫോൺ സൈലന്റ് മാറ്റാനായിട്ട് നമ്മൾ മറന്നു. അപ്പോൾ ഒരാൾ ഇതേപോലെ ഒരു രാത്രിയിൽ ഫോൺ സൈലന്റ് ആക്കിയിട്ട് ഒരു ചെറിയ വെള്ളവരി പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം മറ്റൊരു പരിപാടിക്ക് എത്തുമ്പോൾ അയാളുടെ ഫോൺ റിങ് ചെയ്യല്ല, അയാളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുകയാണ്. അതായത് ഇന്നലെ സൈലന്റ് ആക്കിയല്ലേ ആ ഒരു മോഡിലേക്ക് ഇട്ടത്, ഇതുവരെ മാറ്റിയിട്ടില്ല. അതേപോലെ ഒരു ഭയത്തിനിടയിൽ ആൾക്കാർ ചെയ്തു കൂട്ടുന്ന ചില അബദ്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. അതായത് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ കഴുകാത്ത ഗ്ലാസ്സിനകത്ത് തന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് കൊണ്ട് കൊടുക്കുന്നതോ, അല്ലെങ്കിൽ പേടി കൂടി നിൽക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ആ ഒരു സീൻ വിടുമ്പോഴത്തേക്ക് നമ്മൾ മറ്റൊരാളുടെ ചെരുപ്പിട്ട് നടന്നു പോകുന്നതോ, ആ ചെരുപ്പിനെ പറ്റിയിട്ട് പിറ്റേ ദിവസം അയാളെ തന്നെ കാണുമ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം പറയുന്നതൊക്കെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിച്ച ഒരു സിനിമയാണ് ഈ സൂ ഫ്രം സോ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിനോടകം കന്നഡ സിനിമയെ ഒരുപക്ഷെ ഒരുപാട് പേർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു വലിയൊരു ടാലന്റ് എന്ന് പറയുന്നത് രാജ് ബി ഷെട്ടി തന്നെയാണ്. രാജ് ബി ഷെട്ടി ഈ സിനിമയുടെ ഒരു ഭാഗമാണ്. അദ്ദേഹം ഒരു ആക്ടറായിട്ടും വരുന്നുണ്ട്. വളരെ ഹിലേറിയസ് ആയിട്ടുള്ള ഒരു സ്വാമിയുടെ റോള് ഭംഗിയായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളി ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളും കൂടിയാണ്. അങ്ങനെ നല്ല സിനിമകളുടെ ഒരു അംബാസഡറായിട്ട്, ഒരു പക്ഷേ കന്നഡ സിനിമയുടെ ഒരു അംബാസഡറായിട്ട് രാജ് ബി ഷെട്ടിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഷെനീൽ ഗൗതം എന്ന് പറയുന്ന നടനാണ് ഈ സിനിമയിലെ രവി അണ്ണ എന്ന് പറയുന്ന വളരെ മികച്ച ഒരു ക്യാരക്ടർ. അതായത് അതൊരു ക്യാരക്ടർ തന്നെയാണ്. അതായത് ആ നാട്ടിലെ എല്ലാവരുടെയും സംസാര വിഷയമായ, നാട്ടിലെ വലിയൊരു ധീരനായ, എല്ലാവരുടെയും ഒരു റെസ്പെക്ട് തേടിയെടുത്ത ഒരു ക്യാരക്ടർ. എന്നാൽ ഇതിനിടയിൽ ആ ക്യാരക്ടറിന്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്ന ഒരു കോമഡി, ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള മൊമെന്റ്സിൽ പോയി പെട്ടുപോകുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ്. ഈ ആകെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിയത്, ഈ സംവിധായകൻ അഭിനയിച്ച അശോക എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ തന്നെയാണ്. ഒരുപക്ഷെ സംവിധായകന് മറ്റൊരു ആക്ടറെ, കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിട്ടുള്ള, കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ഒരു ആക്ടറെ ചൂസ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. നല്ല കുറെ മൊമെന്റ്സ്, സിറ്റുവേഷണൽ കോമഡിയുടെ ഒരു ഗംഭീരമായ ആഘോഷം തന്നെ സിനിമയിൽ നടക്കുന്നുണ്ട്. അത് ഇതിന്റെ ഒരു ഓർക്കസ്ട്രേഷനാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അതായത് ഈ ഒരു സിനിമ കൊച്ചു സിനിമയാണെന്നുള്ള ഒരു ഫീൽ ഉണ്ടെങ്കിൽ പോലും ഇതിൽ ഏകദേശം ഒരു 19% ഫ്രെയിമുകളിലും സീനുകളിലും ഒരു 10-15 കൂടുതൽ ആൾക്കാർ ആ ഫ്രെയിമിലുണ്ട്. പലർക്കും അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനും കൊണ്ടുവരാനായിട്ട് ഇതിന്റെ എഴുത്തിനും ഇതിന്റെ സംവിധാനത്തിനും സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വലിയൊരു കാര്യം. ഇത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നതാണ്. എനിക്ക് അറിയത്തില്ല, ഒരു കന്നഡ സിനിമ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സിനിമ, പ്രത്യേകിച്ച് കേരളത്തിലെ നമ്മളെ പോലുള്ള ഓഡിയൻസിൻ്റെയൊക്കെ ഇടയ്ക്ക് സൂ ഫ്രം സോ എന്ന് പറഞ്ഞ ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ്. ഇതൊരു വലിയൊരു സ്ട്രെസ് റിലീഫും കൂടെയാണ്. പോയി നമുക്ക് ഒരുപാട് ചിരിച്ച് എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗംഭീര സിനിമ.
ഗോ വാച്ച് ഇറ്റ്. താങ്ക്സ്.